നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിട്ടും പണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഇത് ഏവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. പോളിസി എടുത്ത ആളുകൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഓൾറെഡി ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് പലതരത്തിൽ അവരുടെ ഔട്ട് ഓഫ് പോക്കറ്റ്, അതായത് കയ്യിൽ നിന്ന് പണം കൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത്. പ്രധാനമായിട്ട് വെയിറ്റിംഗ് പീരീഡുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാതെയാണ് പലരും പോളിസി എടുക്കുന്നത്. പല കാര്യങ്ങളും, അതായത് ഒരു നിശ്ചിത PED, അതായത് നിലവിലുള്ള അസുഖങ്ങൾ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിൽ അത്തരം ചികിത്സകൾക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാം. അപ്പോൾ എപ്പോഴും PED, അതായത് നിലവിലുള്ള അസുഖങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുകയും അത് എത്ര കാലത്തിന് ശേഷമാണ് നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതായത് നിലവിലുള്ള അസുഖങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷമായിരിക്കും പല അസുഖങ്ങളും കവറേജിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പോളിസി നമ്മൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിലവിലുള്ള അസുഖങ്ങളെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുകയും അവ അതിൽ പോളിസിയിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ എന്ന് പരിശോധിക്കുകയും കൂടി വേണം. എങ്കിൽ മാത്രമാണ് അത് ഒരു കാലാവധിക്ക് ശേഷം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കിയാൽ ആ നമുക്കുണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. പല പോളിസികളിലും സ്പെസിഫൈഡ് ഡിസീസ് എന്നുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് 1 വർഷമോ 2 വർഷമോ ആയിരിക്കാം. അതിൽ വരുന്നത് കാട്രാക്റ്റ്, അതുപോലെ തന്നെ ഹെർണിയ, ഫിസ്റ്റുല, പൈൽസ്, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, യൂട്രസ് റിമൂവൽ പോലെയുള്ള അസുഖങ്ങളായിരിക്കാം. ഇത്തരം അസുഖങ്ങളുടെ ചികിത്സകൾ, ഇത്തരം സർജറീസ് നമുക്ക് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനേറ്റവും മുന്നേ ഇത്തരം ചികിത്സകൾക്ക് പോകുന്നത് നമ്മളിൽ നിന്ന് കൂടുതൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മുൻകൂട്ടിയിട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ട് പോളിസികൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം വെയിറ്റിംഗ് പീരീഡുകൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇനി വരുന്നത് പ്രധാനമായിട്ട് അതുപോലെ തന്നെ അപൂർണമായ ഡോക്യുമെൻറ്റേഷൻ നടക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കൃത്യതയോടുകൂടി കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് ക്ലെയിം പ്രോസസ്സിങ് വൈകുന്നതിന് ഒരുപാട് തടസ്സം നിർത്തിക്കും. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അവിടെ ഡോക്യുമെൻറ്റേഷൻ കൃത്യമായി കൊടുക്കാതിരിക്കുക, എപ്പോഴാണെന്ന് KYC പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധിതമായിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ അവരെ ഇൻഷുറൻസിനെ കുറിച്ച് അറിയിക്കാതിരിക്കുക, അത് രജിസ്ട്രേഷൻ എടുക്കാൻ വൈകുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ക്യാഷ്ലെസ് തന്നെ നമുക്ക് നിരസിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചോ എന്നും ഹോസ്പിറ്റലിൽ അത് അറിയിക്കേണ്ടതും വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. വരുന്നത് ഈ ഹോസ്പിറ്റലിൽ തന്നെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് പല ഹോസ്പിറ്റലുകളും ഈ ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനത്തിലാണോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് വ്യക്തമായി, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ചികിത്സ കിട്ടുള്ളൂ. ഈ ഹോസ്പിറ്റലുകൾ തന്നെ പല കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നേരിട്ടിട്ട് കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പോളിസിയിൽ നിന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് വളരെയധികം കുറഞ്ഞ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്ത് ഉള്ളതും ഏറ്റവും നെറ്റ്വർക്കിൽ പെടുന്നതുമായ ഹോസ്പിറ്റലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത് അവിടെ കൂടുതൽ ചികിത്സ തേടാൻ ശ്രമിക്കുകയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ചികിത്സ തേടുമ്പോൾ, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിലല്ലാത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ എന്നുള്ള ഭാഗത്തു നിന്ന് നമ്മൾ മാറ്റപ്പെടാം എന്നുള്ളതൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ തിരഞ്ഞെടുക്കാൻ കൂടുതൽ ശ്രമിക്കാം. അതുപോലെ തന്നെയാണ് ഉയരുന്ന പ്രീമിയങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് പ്രീമിയം കൊടുക്കുന്ന ഒരു സംവിധാനം
പലപ്പോഴും നമ്മൾ ഇൻഷുറൻസുകളിൽ കാണാറുണ്ട്. അപ്പോൾ അനാവശ്യമായി എന്ന് നമുക്ക് തോന്നുന്ന ഫീച്ചറുകൾ നമ്മുടെ പോളിസികളിൽ ഉണ്ടോ എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് കൂടുതൽ പൈസ ഈടാക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾക്ക് അനാവശ്യമായ പല ഫീച്ചറുകളും അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്ന് അടുത്ത കാലത്തോ ഉപയോഗത്തിൽ വരാത്തതോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാത്തതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് മുടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രീമിയത്തിൽ തന്നെ കുറവ് വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള പോളിസിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഒന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തരം പല ഫീച്ചറുകളിലും നമ്മൾ അഡീഷണലായിട്ട് നല്ലൊരു തുക നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചറുകൾ കൃത്യമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് നമ്മളുടെ പ്രീമിയത്തിലുള്ള കുറവുകൾ വരുത്താനും സാധിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗപ്രദമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ക്ലെയിമുകളുടെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ പ്രീമിയം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിൻ്റെ സാഹചര്യം, അതായത് ഇന്ത്യയിലുള്ള ഹെൽത്ത് അല്ലെങ്കിൽ ആശുപത്രി ചെലവുകളുടെ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 15-20% ഇത് തന്നെ പല രാജ്യങ്ങളിൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചിലവ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രീമിയം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതും നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതലായ ഒരു പൈസ നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും പ്രീമിയം നമ്മൾ വിചാരിച്ചതിനേറ്റവും കൂടുതൽ നെക്സ്റ്റ് ഇയർ നമ്മൾ അടയ്ക്കേണ്ടി വരാം എന്നുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. ഈ ഇൻഫ്ലേഷൻ അതിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് പ്രായമനുസരിച്ച് പ്രീമിയം കൂടുന്ന ഒരു കാര്യം. അത് എപ്പോഴും യങ് ഏജിൽ വളരെ മുന്നേ തന്നെ, അതുപോലെ തന്നെ അസുഖങ്ങളില്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു പോളിസി സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഏജ് കൂടും തോറും നമ്മളുടെ പ്രീമിയത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായാൽ തന്നെ നമുക്ക് പോളിസി ഒരു ഗ്രീൻ പോളിസി പോലെയായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ നമുക്ക് ആ പോളിസി ലഭിക്കും എന്നുള്ളതൊരു പ്രധാനമാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പോലും നമ്മുടെ നാട്ടിൽ പ്രീമിയത്തിൽ വ്യത്യാസമുണ്ട്. അത് പ്രധാനമായിട്ടും പ്രീമിയത്തിൽ വരുന്ന ഒരു ഘടകമാണ്. ഇത് നമ്മളിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്കും കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന പോളിസികളിൽ കാലാനുസൃതമായി എങ്ങനെയാണ്, അതായത് ഏജിനനുസരിച്ച് എങ്ങനെയാണ് പ്രീമിയം വർദ്ധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലുള്ള അസുഖങ്ങൾ നമ്മൾ മുന്നേ സംസാരിച്ച അതേ കാര്യം തന്നെ PD ഉള്ള ആളുകൾക്ക് കവറേജ് എടുക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കവറേജ് തന്നെ എടുക്കാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെങ്കിൽ പിന്നീട് ഒരു കവറേജ് വർദ്ധിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടും, ചിലപ്പോൾ സാധിക്കാതെ തന്നെ വരാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കവറേജ് എടുക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണെങ്കിൽ അവർക്ക് വരുന്ന ചികിത്സാ ചിലവ് ചിലപ്പോൾ 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ചികിത്സ തുടങ്ങുക. ആ സമയത്ത് പര്യാപ്തമായൊരു കവറേജ് ഇല്ലാതെ വരികയും ഇവർക്ക് നിലവിലുള്ള അസുഖങ്ങളുടെ സാഹചര്യം തന്നെ വർദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ആ അസുഖങ്ങൾക്ക് വരുന്ന ചികിത്സാ ചിലവ് വളരെ കൂടുതലാകുകയും നമുക്ക് ആവശ്യമുള്ള കവറേജ് ഇല്ലാതെയും വരാം. അപ്പോൾ കവറേജ് എപ്പോഴും എടുക്കുന്ന സമയത്ത് തന്നെ പര്യാപ്തമായ ഒരു കവറേജിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അത്തരമൊരു കവറേജ് നമ്മളെപ്പോഴും വാങ്ങി വയ്ക്കുകയും ആവശ്യമാണ്. പിന്നീട് അതൊരു വർദ്ധിക്കാൻ ഈ നിലവിലുള്ള അസുഖമുള്ള ആളുകൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് എപ്പോഴും പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നിലവിലെ അസുഖമുള്ള ആളുകൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ വരാവുന്ന ചികിത്സകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവരുടെ പോളിസികൾ തിരഞ്ഞെടുക്കാൻ, കവറേജുകൾ തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ്. ഒരു ആരോഗ്യ ഇൻഷുറൻസിന് ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുമുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു തരത്തിലായിരിക്കണം എന്നില്ല നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ വാങ്ങി വെക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് വിപണിയിലുള്ളതോ ആയ പോളിസികൾ. അപ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ട് പോളിസികൾ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പോളിസി എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി കൃത്യമായി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പോളിസി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഓരോ വ്യക്തികളിലും എടുത്തിട്ടുള്ള വ്യക്തികളിൽ നിന്നും പലപ്പോഴും അമിതമായി പൈസ നഷ്ടപ്പെടാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഈ മിസ്സെല്ലിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തിരഞ്ഞെടുക്കുന്നതിൽ വരുന്ന സെലക്ഷനിൽ വരുന്ന മിസ്സിങ്ങും. ഇത് രണ്ടും ഒരുപോലെ തന്നെ സംഭവിക്കാം. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ എടുക്കുന്ന ആളുകളും ഇൻഡിവിജ്വലായിട്ട് പേഴ്സണൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇതിൽ രണ്ടിലും നമ്മൾ വ്യക്തമായി ഒരു പോളിസിയെക്കുറിച്ച് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി അവ പറഞ്ഞു തരാതെയോ എടുക്കുന്ന പോളിസികൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയോട് കൂടി കേൾക്കാതെ എടുക്കുന്ന പോളിസികളും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ആവശ്യം അനുസരിച്ചായിരിക്കണം ഒരു പോളിസി എടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പോളിസിയാണ് അല്ലെങ്കിൽ വിറ്റ് പോകുന്ന കമ്പനിയാണ്, ഇതൊന്നും അല്ല പ്രാധാന്യമുള്ളത്. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിൻ്റെ സർവീസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും അതിലുണ്ടോ എന്നുള്ളത് കൃത്യമായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു കൃത്യ സമയം അതിന് കൊടുക്കേണ്ടതുണ്ട്. എന്താണെങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ആളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് മാത്രമായിരിക്കും ഇവർക്ക് ഈ കാര്യം ആവശ്യം വരിക. അപ്പോൾ ആ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ള പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളിൽ നിന്ന് കൂടുതലായി പണം നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ളത് എടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും അങ്ങനെ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങളും കൂടി നടത്തേണ്ടത് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളിലൂടെയും നമുക്ക് പലപ്പോഴും പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്ലെയിം തീർപ്പാക്കാൻ, അതായത് 2 തരത്തിലുണ്ട്. ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിമുകളും തീർപ്പാക്കാൻ സമയം വൈകുന്തോറും നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുക്കേണ്ട സാഹചര്യം വരാം. ഇതുപോലെ തന്നെയാണ് റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിമുകളിലും ഇതുപോലെ കാലതാമസം പലപ്പോഴും നമ്മളിൽ നിന്ന് കൂടുതൽ പേയ്മെൻറ്റിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുന്നേ പറഞ്ഞ പോലെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ വളരെയധികം കൃത്യത പാലിക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല ചോദ്യങ്ങളും ഹോസ്പിറ്റലിൽ വരുന്നത് അവരുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കുറിച്ചായിരിക്കും, അവരുടെ ഡോക്യുമെൻറ്റേഷനെ കുറിച്ചായിരിക്കും. ഇത് ഒന്ന് കാര്യക്ഷമമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പല പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിലേ എന്നും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നമ്മളത് കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് ഉപഭോക്താവിൻ്റെയും കടമയാണ്. അപ്പോൾ ക്ലെയിം തീർപ്പാക്കാനുള്ള കാലതാമസം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആ ഘടകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വ്യക്തമായ ഒരു ഡോക്യുമെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു അളവിലുള്ള കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും. അത് കൃത്യതയോട് കൂടിയിട്ട് അവ പറയുന്ന കാര്യങ്ങൾ മാത്രം നൽകിക്കൊണ്ട് കൃത്യതയോട് കൂടിയിട്ട് നൽകി കഴിഞ്ഞാൽ ഇത്തരം ക്ലെയിമുകളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ സാധിക്കും. കാലതാമസം നമുക്ക് പരിഹരിക്കപ്പെടാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്.